ആളുകൾ വന്നുകൊണ്ട് ഉൾപ്പെടെ തകർത്തുകൊണ്ട് വലിയ സ്റ്റേജിൽ നഗരസഭയുടെ RSS എന്ന ഈ വർഗീയ സംഘടനയ്ക്ക് ജന്മം നൽകിയ ഒരു തീവ്ര വർഗീയവാദിയുടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റുകാരുടെ സംഘത്തിന് ജന്മം നൽകിയ ഹെഡ്ഗവാറിനെ പോലെ ഒരു തീവ്രവാദിയുടെ ഒരു ഫാസിസ്റ്റിന്റെ പേര് നൽകിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ പറയുന്നത് ഇതൊരു തുടക്കമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു എന്നതുകൊണ്ട് കേരളത്തിന്റെ ഭൂപടത്തിന് പുറത്തൊന്നുമില്ല. ഇത് ഗുജറാത്തുമല്ല, ഇത് കേരളമാണ്. ഇപ്പോൾ തീർച്ചയായും ഇവിടെ ഹെഡ്ഗവാറിനെ പോലെ ഒരു വർഗീയവാദിയുടെ നാമം, ഹെഡ്ഗവാറിനെ പോലെ ഒരു തീവ്രവാദിയുടെ നാമം, ഹെഡ്ഗവാറിനെ പോലെ RSSന് ജന്മം നൽകിയ ഒരു ഫാസിസ്റ്റിന്റെ നാമം ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിനായാലും നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ ഉദ്ഘാടന പരിപാടി അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്, നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കുമെതിരെ DYFI നിരന്തരമായി സമരവുമായി മുന്നോട്ട് പോകും. ഇവിടെ ഗാന്ധിയും നെഹ്റുവും ഇവിടെ നോക്കൂ ഭഗത് സിംഗും എല്ലാം ജനിച്ച മണ്ണിൽ, ഈ മണ്ണിലാണ് ഇന്ന് ഈ ഒരു ഹെഡ്ഗവാർ എന്ന് പറയുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പോരാട്ട മുഖങ്ങളിലില്ലാത്ത ഹെഡ്ഗവാർ വന്നത്. നാളെ അത് ഗോഡ്സെ ആവാം, മറ്റന്നാൾ സവർക്കർ ആവാം, മറ്റൊരു നേതാവാകാം RSSന്റെ. ഈ അപനിർമ്മിതിയെ, ചരിത്രത്തിലെ ഉള്ള ഈ തെറ്റായ ഇടപെടലിനെ DYFI തുറന്നെതിർക്കും, ശക്തമായി മുന്നോട്ട് പോകും. ഏതെല്ലാം രീതിയിൽ പ്രതിരോധിച്ചാലും അതിനെ എതിർത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് DYFIയുടെ തീരുമാനം. എന്താണ് ഹെഡ്ഗവാറിന് മഹത്വം? RSSന് രൂപം നൽകിയതോ? ഈ രാജ്യത്ത് ആയിരക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കുരുതി നൽകിയ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ ഫാസിസ്റ്റ് സംഘടനയാണ് RSS. വെറുപ്പിൻ്റെ, വർഗീയതയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പതാകവാഹകരായ RSSന് ബീജാവാപം ചെയ്ത ഈ ഹെഡ്ഗവാർ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെയാണ്? 1940 മറ്റാണ് അദ്ദേഹം മരണപ്പെടുന്നതാണ് എൻ്റെ അറിവ്. സ്വാതന്ത്ര്യ സമരത്തിലുണ്ടോ? ഈ രാജ്യത്തിൻ്റെ ദേശീയ സമര മുന്നേറ്റത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയുമില്ല. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് RSSനോട് പരസ്യമായി പിന്മാറാൻ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ പോലെ ഒരു വർഗീയവാദിയുടെ, ഒരു ഹിന്ദുത്വ ഭീകരവാദിയുടെ പേര് ഈ പാലക്കാട് പോലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഏത് ഫണ്ടിൻ്റെ പേരിലായാലും ഒരു സ്ഥാപനത്തിന് നൽകാൻ DYFI അനുവദിക്കില്ല. ഞങ്ങൾ ശക്തമായി ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും നിയമപരമായും സംഘടനാപരമായും ഇതൊരു തുടക്കമാണ്. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു പ്രതിഷേധമാണ്. ജനങ്ങളെ ആകെ അണിനിരത്തി, മതനിരപേക്ഷ വിശ്വാസികൾ ആകെ അണിനിരത്തി നേരിടും. ഈ പാലക്കാടിന് ഒരു MLA ഉണ്ട്, മുൻ MLA ഉണ്ട്, RSSന്റെ അച്ചാരം വാങ്ങി ജയിച്ചു പോയ, RSSന്റെ വോട്ട് വാങ്ങി ജയിച്ചു പോയ, SDPIയുടെ വോട്ട് വാങ്ങി ജയിച്ചു പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനില്ല. ഷാഫി പറമ്പിൽ RSSന്റെ മാനസപുത്രനാണ് അല്ലേ? നോക്കൂ, ഈ പാലക്കാട് നഗരസഭയിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ ആകെ സ്നേഹം മുതലക്കണ്ണീരൊഴുക്കി വാങ്ങിയ ഈ നേതാക്കന്മാർ, MLAമാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊന്നും ഇവിടെ ഇല്ല. 4 യൂത്ത് കോൺഗ്രസ്സുകാരെ വെച്ച് ഒരു ബായ് സമരം സംഘടിപ്പിച്ചത് കൊണ്ടായില്ല. ഇതിന് തുടർച്ചയുണ്ടാകുന്നത് വരെ DYFI മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്.